നമസ്കാരം. സാംസ്കാരിക വാർത്തകൾ. കുട്ടികളിൽ വായന സംസ്കാരം വളർത്തുന്നതിന് സംഘടിപ്പിച്ചു വരുന്ന ഷാർജ കുട്ടികളുടെ വായനോത്സവത്തിന്റെ 15ാം എഡിഷന് തുടക്കമായി. കഴിഞ്ഞ ബുധനാഴ്ച ഷാർജ എക്സ്പോ സെന്ററിൽ വായനോത്സവം സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി ഉദ്ഘാടനം ചെയ്തു. ഷാർജ ബുക്ക് അതോറിറ്റി ഒരുക്കുന്ന ഫെസ്റ്റിവൽ ഇത്തവണ ഒരിടത്തൊരിടത്തൊരു ജേതാവുണ്ടായിരുന്നു എന്ന തലക്കെട്ടിലാണ് ഒരുക്കിയിട്ടുള്ളത്. മെയ് 12 വരെ നീളുന്ന മേളയിൽ കുട്ടികൾക്കായി നിരവധി കലാപരിപാടികളും ശില്പശാലകളും ഒരുക്കുന്നുണ്ട്. 75 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രസാധകർ വായനോത്സവത്തിൽ പങ്കെടുക്കുന്നു. കുട്ടികൾക്ക് വേണ്ടിയുള്ള പുസ്തകങ്ങളാണ് പ്രധാനമായും പ്രദർശനത്തിലുള്ളത്. വായനോത്സവത്തിനൊപ്പം സംഘടിപ്പിക്കുന്ന അനിമേഷൻ കോൺഫറൻസിനും തുടക്കമായി. മലപ്പുറം ജില്ലാ KMCC സംഘടിപ്പിക്കുന്ന 15ാമത് സീതി ഹാജി സ്മാരക അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് മെയ് 5 ഞായറാഴ്ച വൈകിട്ട് 4-ന് ദുബൈ ഖുസൈസ് അൽ സാദിഖ് സ്കൂൾ ഗ്രൗണ്ടിൽ നടത്തുന്നു. ജില്ലയിലെ 16 മണ്ഡലം കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ അണിനിരത്തുന്ന പ്രമുഖ ടീമുകളാണ് ടൂർണമെന്റിൽ മാറ്റുരയ്ക്കുന്നത്. പരിപാടിയുടെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി സംഘാടക സമിതിക്ക് വേണ്ടി ചെമ്മുക്കൻ യാഹുമോൻ, CP ബാബു എടക്കുളം, സിദ്ദിഖ് കാലടി, AP നൌഫൽ, CV അഷ്റഫ്, OT സലാം എന്നിവർ അറിയിച്ചു. റിയാദ് കലാഭവന്റെ 8ാം വാർഷികത്തോടനുബന്ധിച്ച് നടക്കാനിരിക്കുന്ന പുതിയ നാടകമായ മനുഷ്യഭൂപടത്തിന്റെ തിരിതെളിയിക്കൽ കർമ്മം ബത്തയിലെ ലൂഹ മാർട്ട് ഓഡിറ്റോറിയത്തിൽ നടന്നു. ചെയർമാൻ ഷാരോൺ ഷെരീഫ് അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് സെക്രട്ടറി ഷഹദ് നീലഞ്ചേരി ആമുഖ പ്രഭാഷണം നടത്തി. രക്ഷാധികാരികളായ ഷാജഹാൻ കല്ലമ്പലം, വിജയൻ നെയ്യാറ്റിൻകര, ട്രഷറർ കൃഷ്ണകുമാർ, ജിനി സേതു എന്നിവർ ചേർന്ന് ദീപം തെളിയിച്ചു. സഹസംവിധായകൻ ഷാരോൺ ഷെരീഫിന്റെ നേതൃത്വത്തിൽ നാടകത്തിന്റെ പരിശീലനം ആരംഭിച്ചു. സാംസ്കാരിക വാർത്തകളിൽ ഉൾപ്പെടുത്താനായി ഇനി പറയുന്ന ഇമെയിൽ വിലാസത്തിൽ വാർത്തകൾ അയയ്ക്കുക: news@pravasibharati.com അല്ലെങ്കിൽ pravasibharati-radio@gmail.com. സാംസ്കാരിക വാർത്തകൾ എല്ലാ ദിവസവും UAE ഒമാൻ സമയം രാവിലെ 10:30, സൗദി, ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ് സമയം രാവിലെ 9:30, ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12 മണിക്ക്. നമസ്കാരം.